ഈ സിനിമയിൽ ഡയലോഗ് പറയുന്ന പോലെ 2 തവണ ചോദ്യം ചെയ്തപ്പോൾ ജയറാം 2 തരത്തിലാണല്ലോ പ്രതിവചിച്ചത്, ഉത്തരങ്ങൾ പറഞ്ഞത്. ഡയലോഗ് തെറ്റിയതാണോ എന്ന് പറഞ്ഞത് SIT അല്ലേ? SIT പറഞ്ഞാലേ ഇവരെ നമുക്കറിയാവുന്നത്. SIT പറഞ്ഞും കേട്ടുമൊക്കെ അറിയുന്നതാണ്, കാര്യം ശരിയാണ്. ജയറാം ഇവരെ ഇങ്ങനെ പറയുന്നത് നമ്മളാരും കണ്ടിട്ടില്ല, കേട്ടിട്ടില്ല. SIT ആണ് ഈ റിപ്പോർട്ട് പുറത്തുവിട്ടിരിക്കുന്നത്. അതെ, SITക്ക് കേസിൽ ഒരു ട്വിസ്റ്റിന്റെ ആവശ്യമുണ്ട് സാർ. അങ്ങ് ജയറാമിന്റെ ആരാധകനാണോ? ഞാൻ അദ്ദേഹത്തിന്റെ ആരാധകനാണ്. എനിക്ക് എല്ലാ നടന്മാരെയും എനിക്ക് ഇഷ്ടമാണ്. കാരണം അവരുടെ നല്ല മുഹൂർത്തങ്ങൾ നമ്മളെ സന്തോഷിപ്പിച്ചതാണ്. എന്നതുകൊണ്ട് അവർ തെറ്റിയതാൽ തെറ്റാണെന്ന് പറയാൻ മടിയുമില്ല. ഇല്ല, ഓക്കെ. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നതിന്റെ പിന്നിൽ അദ്ദേഹത്തിന് നമ്മൾ നേരത്തെ തന്നെ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുള്ളപ്പോൾ കണ്ട കാര്യം വെച്ചാൽ അദ്ദേഹത്തിന് ഇതിന്റെ ഒരു അരികിൽ കൂടെ പോയൊരു മനുഷ്യൻ എന്നത് മാത്രമേ ഉള്ളൂ ഒരു വിശ്വാസം എന്ന രീതിയിൽ. പക്ഷേ അതിനേക്കാൾ വലിയ ആൾക്കാരെ ഓവർടേക്ക് ചെയ്ത് അദ്ദേഹത്തെ ചോദ്യം ചെയ്യുന്നു പറയുമ്പോൾ ദുരൂഹതയുണ്ട്. തീർച്ചയായും നമ്മൾ ഉണ്ണികൃഷ്ണൻ പാറ്റിയെ തന്നെയാണ് ഇതുവരെ ഇപ്പോഴും പ്രതിസ്ഥാനത്ത് അങ്ങ് പറയുന്ന പോലെ നിർത്തുന്നത്. അന്ന് അവിടെ അന്ന് കാര്യങ്ങൾ വെളിപ്പെട്ടിട്ടില്ല, ഇനി വരുന്നതേ ഉള്ളൂ. അവിടെ ഇരിക്കട്ടെ, ആ സസ്പെൻസിലിരിക്കട്ടെ, ഞാൻ പറയാം. അതായത് അന്ന് അദ്ദേഹം പറഞ്ഞത് ദ്വാരപാലക പാളികൾ കൊണ്ടുവന്നു. അതപ്പോൾ അദ്ദേഹം ഫോണിൽ വിളിച്ചു. അപ്പോൾ വന്നാൽ ഇതൊരു നിമിഷം തൊഴാം, ശബരിമലയിലേതാണ് എന്ന് പറഞ്ഞു. അതനുസരിച്ച് ഷൂട്ട് നിർത്തി വെച്ചിട്ട് ഞാൻ വന്നു, കണ്ടു, തൊഴുതു, പ്രാർത്ഥിച്ചു. അങ്ങനെ ഒരു ദക്ഷിണയായിട്ട് 200 രൂപ മറ്റോ കൊടുത്തു, തീർന്നു കേസ് എന്നാണ് പറഞ്ഞത്. അതിനുശേഷം വലിയൊരു ഇടവേളയാണ്. ഇടവേളയ്ക്ക് ശേഷം ഇന്നിപ്പോൾ നമ്മൾ സംസാരിക്കുന്ന ദിവസം വീണ്ടും ചോദ്യം ചെയ്തു. ചോദ്യം ചെയ്യലിൽ പുതിയ കാര്യങ്ങൾ വെളിപ്പെട്ടു എന്ന് പറഞ്ഞാൽ ഇപ്പോഴാണ് അദ്ദേഹം നേരത്തെ പറയാത്ത ഒരു രഹസ്യം പുറത്തു വന്നത് എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അത് പറഞ്ഞിരിക്കുന്നത്, ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്, ഇതുകൂടാതെ വാതിൽപ്പാളികളുമായിട്ട് സ്മാർട്ട് ക്രിയേഷൻസിലെ വീണ്ടും ഒരു പൂജ ആദ്യം നടന്ന പൂജ അത് വെളിപ്പെടുത്താതിരുന്നു. അത് പറഞ്ഞില്ല, പറയാതെ ഒളിപ്പിച്ചു വെച്ചു ആ സത്യം. ഇപ്പോൾ അത് പുറത്തു വന്നു. സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്നത് അതിൻ്റെ ഉടമ പോലും ഈ കേസിലെ ഒരു പ്രതിയാണ്, തെളിവുകൾ സഹിതം പിടിച്ച പ്രതിയാണ്. ആ പ്രതിയുടെ അടുത്തേക്ക് പോയ കാര്യം ജയറാം മറച്ചു വെച്ചു. അയ്യപ്പ ഭക്തനാണെങ്കിൽ അത് തുറന്നു പറയാനുള്ള തൻ്റെ ഇടം ഉണ്ടാകണമായിരുന്നു. ആ സത്യസന്ധത അദ്ദേഹം പ്രകടിപ്പിച്ചാൽ ഇപ്പോൾ പുറത്തു വരുമ്പോൾ അവിടെ വരുന്നത് കള്ളം പറഞ്ഞു. നമ്മൾ പച്ച മലയാളത്തിൽ പറഞ്ഞ കള്ളം പറഞ്ഞു, പോലീസിനെ തെറ്റിദ്ധരിപ്പിച്ചു. ഇതൊരു അന്വേഷണമാണ്. അയ്യപ്പന് വേണ്ടി നടത്തുന്ന ഒരു നിരന്തരമായിട്ടുള്ള ഒരു തപസ് പോലെയുള്ള ഒരു അന്വേഷണം എന്ന് വേണമെങ്കിൽ കരുതിക്കോട്ടെ. അങ്ങനെ ഒരു അന്വേഷണത്തിൽ അയ്യപ്പൻ്റെ പക്ഷത്തല്ലേ ജയറാം നിൽക്കേണ്ടത്, കള്ളത്തിൻ്റെ പക്ഷത്ത് നിന്നത് എന്തിനാണെന്നുള്ള ഒരു തെറ്റിദ്ധാരണ ആ മഹാനടൻ, അങ്ങേയെപ്പോലെ ഞാനും അദ്ദേഹത്തിൻ്റെ ഒരു വലിയ ആരാധകനാണ്, അദ്ദേഹത്തെ അഭിമുഖം ചെയ്തിട്ടുള്ളത്, അദ്ദേഹത്തിൻ്റെ സിംപ്ലിസിറ്റിയെ പോലും ഞാൻ ആദരിക്കുന്ന ഒരാളുമാണ്. പക്ഷേ എന്തിന് ഈ കള്ളം പറഞ്ഞു, എന്തുകൊണ്ടുള്ള സത്യം പറയാം. കള്ളം പറഞ്ഞു എന്ന് ഞാൻ പറയുന്നുണ്ട്, പക്ഷേ സത്യം പറയാതിരുന്നു, സത്യം മൂടി വെച്ചു. ഇനി ഒരു കാര്യം കൂടെ കേൾക്കണോ മാഷേ, കാർത്തിക് മാഷേ? അതായത് ഈ പറ്റിച്ച് ഉണ്ണികൃഷ്ണൻ പോറ്റി ഒരു ഫ്രോഡാണെന്ന് മനസ്സിലാക്കാൻ ജയറാമിനെ പോലെ ഒരു ആധ്യാത്മിക വശമുള്ള ആൾക്ക് ഒരു നിമിഷം പോലും വേണ്ട, അരനിമിഷം മതി. കാരണം ശബരിമലയിലെ പാളികളെല്ലാം കൂടി, ദ്വാരപാല പാളികളെല്ലാം ശബരിമലയുടെ മോഡലിൽ ഇങ്ങനെ എടുത്തു വെച്ചിട്ട് ഇത് ശബരിമലയാണെന്ന് പറയുക എന്ന് പറഞ്ഞാൽ അത് വിശ്വസിക്കണമെങ്കിൽ ഒരു 1.5 അന്ധവിശ്വാസം വേണ്ടേ മാഷേ? ശബരിമലയുടെ പുണ്യമെന്ന് പറയുന്നത് എന്താണ്? നൈഷ്ഠിക ബ്രഹ്മചാരിയെ അവിടെ പ്രാണമന്ത്രം ഒരു വെട്ടുകൊണ്ട് ഉറപ്പിച്ചിരിക്കുന്നത് കൊണ്ടാണ് അവിടെ ചൈതന്യം ഉണ്ടാകുന്നത്. ഏതൊരു ക്ഷേത്രത്തിൻ്റെയും കാര്യത്തിൽ അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നതെന്ന് ക്ഷേത്രത്തെക്കുറിച്ച് ക്ഷേത്രജ്ഞരാവണമെന്നില്ല, സാമാന്യ ബോധമുള്ള എല്ലാവർക്കും അറിയാം. അല്ലെങ്കിൽ പിന്നെ ശബരിമലയിൽ പോയി നമ്മൾ എന്തിനാ തൊഴുന്നത്? ഈ ഓരോ പാളി എടുത്ത് വെളിയിൽ കൊണ്ടുവന്ന് നല്ല സൗകര്യമുള്ള സ്ഥലത്ത് പട്ടണത്തിൻ്റെ നടുവിൽ കൊണ്ടുവച്ചാൽ പോരെ? അങ്ങനെയല്ലല്ലോ സംഭവിക്കുന്നത്. അതുകൊണ്ടല്ലേ അവിടെ മാത്രം ചില ആചാരനിഷ്ഠകൾ ഉണ്ടാകുന്നത്, യുവതീ പ്രവേശനമില്ലാത്തത്. ഞങ്ങളുടെ അടുത്തുകൊണ്ട് അയ്യപ്പ ക്ഷേത്രം, അവിടെ വന്ന് സ്ത്രീകൾക്ക് ധാരാളമായിട്ട് പ്രവേശിക്കാം, ഏത് പ്രായത്തിലുള്ളവർക്കും. ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനുള്ള ഒരറിവും പക്വതയും ദൈവജ്ഞാനവും ഉള്ള മനുഷ്യനാണ് അദ്ദേഹം എന്ന് നമ്മൾ പറയുന്നതല്ലേ. ജയറാമൻ ഒരുപക്ഷെ അത്രയും ഇല്ല എന്നുള്ളതാണ് കാലം ഇപ്പോൾ തെളിയിച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് ഒരു പ്രമാദമായൊരു കേസിൽ തന്നെ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ചോദ്യം ചെയ്യാനായിട്ട് വിളിപ്പിക്കുന്നു. സൂക്ഷിച്ചും കൊണ്ട് സംസാരിച്ചില്ലെങ്കിൽ കേരള പോലീസിന് നല്ലൊരു പ്രതിയെ കിട്ടി ഒരു വലിയ വാർത്താ പ്രാധാന്യമുള്ള രീതിയിലേക്ക് വഴിതിരിച്ചു വിടാനായിട്ട് എന്തെങ്കിലും സാധ്യത നോക്കിയിരിക്കുകയാണെന്ന് അദ്ദേഹം ചിന്തിച്ചിരിക്കാം. അപ്പൊ അതുകൊണ്ട് ഞാൻ കുറ്റമൊന്നും ചെയ്തിട്ടില്ലല്ലോ, എല്ലാ സത്യവും പറയേണ്ട കാര്യമില്ല, ഇത്രയേ ഉള്ളൂ, എനിക്കിതിൽ വേറെ പങ്കാളിത്തം, 2 തവണ തൊഴുതു, ഇതാണല്ലോ സംഭവം. അതിൽ ആദ്യത്തേത് അദ്ദേഹം പറഞ്ഞു, രണ്ടാമത്തേത് പറഞ്ഞാൽ കുടുങ്ങുമോന്നോ ഭയം കൊണ്ട് അദ്ദേഹം പറഞ്ഞില്ല.
ഇപ്പോൾ അദ്ദേഹം വീണ്ടും ചോദ്യം ചെയ്തപ്പോൾ പറഞ്ഞു. ഓക്കെ. ജയറാം ഇതിൽ എന്ത് അപഹരിച്ചിട്ടുണ്ട്? ജയറാം തൊഴുതു എന്നുള്ളൊരു കാര്യമല്ലേ, അദ്ദേഹം ഒരു ഭക്തൻ എന്നതിൽ തൊഴുതു. അതിനപ്പുറം അതിന്റെ പിന്നാമ്പുറങ്ങൾ അന്വേഷിക്കേണ്ട കാര്യം നമ്മളാണെങ്കിലും അങ്ങനെയൊക്കെ തന്നെ അല്ലേ. നമ്മൾക്കൊരു അപൂർവ ദർശനത്തിനുള്ള ഒരു അവസരം കിട്ടി, നമ്മളത് ഭക്തിയാദരപൂർവ്വം തൊഴുന്നു എന്ന് പറഞ്ഞു. പക്ഷെ തൊഴുത് കുഴപ്പമായി തോന്നിയപ്പോൾ അദ്ദേഹം വായടച്ചു. അറിയാവുന്നൊരു ചെറിയൊരു കാര്യം പറഞ്ഞു. അതിനപ്പുറമുള്ള പാളികളുടെ കാര്യത്തിൽ അദ്ദേഹം മൗനം പാലിച്ചു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം. അതൊരു കുറ്റകൃത്യമല്ല. കുറ്റകൃത്യമല്ല, പക്ഷേ കുറ്റകരമായ മൗനം ചില സമയത്ത്. കാരണം പോലീസിനെ സഹായിക്കാൻ ഇദ്ദേഹം ബാധ്യസ്ഥനാണ്. കാരണം ശബരിമല പോയി പതിവായിട്ട് തൊഴുന്ന ഭക്തനാണ്. ശബരിമല അയ്യപ്പൻ്റെ പക്ഷം നിൽക്കുക എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സത്യപാത തെളിയിക്കുക, ഇതിൻ്റെ യഥാർത്ഥമായിട്ടുള്ള വസ്തുതകൾ തന്നെ സഹകരിക്കുക, വസ്തുതകൾ പറഞ്ഞുകൊണ്ട് സഹകരിക്കുക എന്നുള്ളതാണ് അദ്ദേഹത്തിന് ചെയ്യാം. ഏതൊരു അയ്യപ്പ ഭക്തനും ചെയ്യേണ്ട കാര്യം. വേറെ ത്യാഗമൊന്നും ചെയ്യേണ്ട, ഉള്ള കാര്യം ഉള്ളതുപോലെ പറഞ്ഞാൽ മതി. സ്മാർട്ട് ക്രിയേഷൻ. ഇതിൽ നിന്നൊരു വലിയ പദ്ധതി വെളിച്ചത്ത് വരുന്നുണ്ട് സാർ. അതെന്താന്ന് ഞാൻ പറയാം. അതായത് SIT ചോദ്യം ചെയ്തപ്പോൾ ജയറാം ആദ്യം ചോദിച്ചപ്പോൾ ഇത് മാത്രം പറഞ്ഞു. പിന്നീട് രണ്ടാമത് പറഞ്ഞു. ഈ രണ്ടാമത് പറയണമെങ്കിൽ SIT പിന്നീട് ചോദ്യം ചെയ്തപ്പോൾ പോറ്റിയോ മറ്റാരെങ്കിലുമോ പറഞ്ഞതിൽ നിന്നാണല്ലോ രണ്ടാമത്തെ ഒരു പുതിയ വിഷയം അവർക്ക് കിട്ടുന്നത്. അത് ഇത്രയും ഇപ്പൊ ആദ്യത്തെ ചോദ്യം ചെയ്യൽ കഴിഞ്ഞിട്ട് ഏകദേശം 1 മാസം കഴിഞ്ഞില്ലേ. അതിനുശേഷം വീണ്ടും ജയറാമിനെ ചോദ്യം ചെയ്യുമ്പോൾ SITയുടെ അന്വേഷണം എത്രമാത്രം ഇഴഞ്ഞു നീങ്ങുന്നു, എത്രമാത്രം കാര്യക്ഷമത ഇല്ലാതെയാണ് നീങ്ങുന്നു എന്നുള്ളതാണ് അതിൽ അല്ല. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഇമ്മീഡിയറ്റ് ആയിട്ട് അടുത്ത ദിവസം തന്നെ ജയറാമിനെ വിളിപ്പിക്കും. കാരണം ജയറാമിൽ നിന്ന് കിട്ടിയ ഒരു വിവരം പോറ്റി അവിടെ കൊണ്ടുവന്ന് ഈ സാധനം ഞാൻ കണ്ടു, വണങ്ങി എന്നുള്ളതാണ്, ദക്ഷിണ കൊടുത്തു എന്നുള്ളതാണ് ആദ്യം കിട്ടിയത്. ഇനി മാഷ് പറയുന്ന പോലെ ഒരു പക്ഷേ ഇത് കേസ് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമായിരിക്കാം. ഒരു പക്ഷേ മുൻ ദേവസ്വം മന്ത്രിയുടെ അടുത്തേക്ക് എത്തുമ്പോൾ അതിൽ നിന്ന് ശ്രദ്ധയൊന്ന് ആകർഷിച്ച് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്നതുമായിരിക്കാം. എന്തായാലും ശരി, ഇവിടെ സ്മാർട്ട് ക്രിയേഷൻസിൽ അദ്ദേഹം പോയിരുന്നു എന്നുള്ള കാര്യം അദ്ദേഹം വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായിട്ടും പറഞ്ഞു. ഇത് ആദ്യമേ തന്നെ അദ്ദേഹത്തിന് പറഞ്ഞിരുന്നുവെങ്കിൽ ദർ വാസ് നോ ക്വസ്റ്റ്യൻ ഓൺ ഹിസ് ഇൻറ്റഗ്രിറ്റി. ഞാൻ പറയുന്നത് കുറ്റവാളിയാണെന്നല്ല, കുറ്റവാളിയാണെന്ന് ഞാൻ ഒരിക്കലും വിശ്വസിക്കുന്നില്ല. പക്ഷേ ദർ വാസ് എ ലാപ്സ് ഓൺ ഹിസ് ഇൻറ്റഗ്രിറ്റി. ഒരു കേസ് തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ളത് നമുക്ക് വസ്തുതകളാണ്. ആ വസ്തുതകൾ കൊടുക്കേണ്ട ഒരു ബാധ്യത അയ്യപ്പ ഭക്തനായിട്ടുള്ള, ഞാൻ അതേ പറയുന്നുള്ളൂ. ഒരു പൗരനുണ്ട്, പ്രത്യേകിച്ച് ഒരു അയ്യപ്പ ഭക്തനുണ്ട്. കാരണം അയ്യപ്പൻ്റെ സത്യത്തിലേക്ക്, അയ്യപ്പനെ കൊള്ള ചെയ്തവരുടെ ആ റൂട്ടിലേക്ക് പോകുന്ന ഒരു അന്വേഷണമാണ്. ആ പാത സുഗമമാക്കാൻ തീർച്ചയായിട്ടും അയ്യപ്പ ഭക്തനായിട്ടുള്ള ജയറാമിനും ബാധ്യതയുണ്ടായിരുന്നു. ആ ബാധ്യതയിൽ നിന്ന് അദ്ദേഹം ഒഴിഞ്ഞു മാറി. ഇത്രയും അധികം വീട്ടിൽ കൊണ്ടുവച്ച് ഈ ദ്വാരപാലകവാളികൾ തൊഴുന്ന ഒരാൾക്ക് തീർച്ചയായിട്ടും ആ ഭക്തി ഉണ്ടെങ്കിൽ അതിൻ്റെ സത്യപാത തെളിയിക്കാൻ ആവശ്യമായിട്ടുള്ള തന്നിലുള്ള ഈ വല്ല ഏഴാകുളത്തിൽ ചെന്ന് ചാടേണ്ടെന്ന് അദ്ദേഹം തീരുമാനിച്ചു കാണുമെന്നേ. അതെ, ഞാൻ ഏതായാലും ചെയ്തിട്ടില്ലല്ലോ, സ്വാഭാവികം. എന്തായാലും അദ്ദേഹം ഇപ്പൊ നമ്മൾ ഈ സിനിമ ഒരിക്കൽ രജനീകാന്ത് എയർപോർട്ടിലേക്ക് വെച്ച് ഒരു ആരാധിക കണ്ടു. അത് കണ്ടപ്പോൾ എന്തോ എയറോഡ്രോമിൽ അവരെ കടത്തിവിടാതെ എന്തോ ചെയ്തപ്പോൾ രജനീകാന്തിനോട് പറഞ്ഞു, സാർ ഇടപെടാൻ എന്നെ കടത്തിവിടണമെന്ന് പറഞ്ഞു. അവർ ചിന്തിക്കുന്നത് അനീതിക്കെതിരെ പോരാടുന്ന രജനീകാന്തിനെയാണെങ്കിൽ രജനീകാന്ത് വേറൊരു പൗരനാണ്. അദ്ദേഹത്തിൻ്റെതായ പരിമിതികളുണ്ട്. അതുപോലെ ജയറാം എന്ന് പറയുന്നത് നമ്മൾ നായകനായിട്ടും മറ്റ് ഹീറോ ആയിട്ടൊക്കെ കാണുമ്പോഴും അദ്ദേഹം ഭയമുള്ള, സാധാരണ ഒരു കേസിൽ കുടുങ്ങിയാൽ അകത്ത് പോയി ദിലീപ് കിടന്ന് 90 ദിവസം കിടന്ന് അറിയാം, അതേപോലെ കിടക്കാൻ സാധ്യതയുള്ള ഒരു മനുഷ്യനാണ്. എന്തിനു വെറുതെ നമ്മൾ എന്ന് പാവം ചിന്തിച്ചു കാണും. പക്ഷെ ഒരു കാര്യം അതേസമയം ഉറപ്പാകുന്നു, ഉണ്ണികൃഷ്ണൻ പോറ്റി ഭൂലോക ഫ്രോഡാണെന്നുള്ളതിൽ നിന്ന് വ്യക്തമാകുന്നു. പാളികൾ വെച്ച അതെ, വിദ്യാ കടാക്ഷ യന്ത്രം എന്നും പറഞ്ഞ മഹായന്ത്രങ്ങളെന്നും പറഞ്ഞ പറ്റിക്കുന്ന യാതൊരു മന്ത്രസിദ്ധിയും ഇല്ലാത്ത സാധനങ്ങൾ വിറ്റ് നടക്കുന്ന ഫ്രോഡുകളുടെ ഭക്തിയെ പോലും ചൂഷണം ചെയ്തു ഊട്ടിയുറപ്പിക്കുന്നു. വലിയ വലിയ VIP-കളുടെയും മറ്റും വിശ്വാസം ചൂഷണം ചെയ്തുകൊണ്ട് ഈ ഫ്രോഡ് നടത്തി പണം സമ്പാദിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള ഒരു അടയാളപ്പെടുത്തപ്പെട്ടിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ പോറ്റി എന്നുള്ളതാണ്. ജയറാമിനെ നമ്മൾ അദ്ദേഹത്തിൻ്റെ ഇൻറ്റഗ്രിറ്റിയുടെ ഒരു ക്വസ്റ്റ്യൻ മാത്രം. ഇതല്ല, ഇത് ഭൂലോക ഫ്രോഡാണെന്നുള്ളത്. അല്ല, അദ്ദേഹത്തെ ബഹുമാനിക്കുമ്പോൾ പോലും അദ്ദേഹം ഒരു പൗരനെന്ന രീതിയിൽ മറച്ചു വെച്ച് തെറ്റായിപ്പോയി. അദ്ദേഹം ആർജവത്തോടുകൂടി അന്നേ ഉള്ള കാര്യങ്ങൾ പറയണമായിരുന്നു. വേണം പത്രങ്ങളോടും അദ്ദേഹത്തിന് പറയാമായിരുന്നു. യു ഷുഡ് ഹാവ് ബീൻ ഫ്രാങ്ക് ആൻഡ് സ്ട്രെയിറ്റ് ഫോർവേഡ്. നമ്മൾ കൂടുതൽ ബഹുമാനിക്കുമായിരുന്നു, അത്രയേ ഉള്ളൂ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.